മസ്കറ്റിലെ ഇന്ത്യൻ എംബസി 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളുടെ വലിയ പങ്കാളിത്തം ചടങ്ങിലുണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയുടെ സമാധാനത്തിൻ്റെയും അഹിംസയുടെയും പൈതൃകത്തെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ചാർജ് ഡി അഫയേഴ്സ് തവിഷി ബഹൽ പാണ്ഡെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയുടെ 77ാമത് റിപ്പബ്ലിക് ദിനം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. ഒമാനിലെ ഇന്ത്യൻ പ്രവാസികളുടെയും വിവിധ മേഖലകളിലെ പ്രമുഖരുടെയും പങ്കാളിത്തം ആഘോഷത്തിന് സാക്ഷ്യം വഹിച്ചു. മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി ആദരിച്ചുകൊണ്ടും മസ്കറ്റിലെ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ ദേശീയഗാനം ആലപിച്ചുകൊണ്ടും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി ചാർജ് ഡി അഫയേഴ്സ് ശ്രീമതി തവിഷി ബഹൽ പാണ്ഡെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇന്ത്യയുടെ പുരോഗതി, ജനാധിപത്യ മൂല്യങ്ങൾ, ഭാവി അഭിലാഷങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടുന്ന രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന പ്രസംഗത്തിലെ ചില ഭാഗങ്ങളും ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ശ്രീമതി തവിഷി ബഹൽ പാണ്ഡെ വായിച്ചു. Bharat, the birthplace of democracy, was unshackled from the dominion system and our democratic republic came into existence. हमारा संविधान विश्व इतिहास में आज तक के सबसे बड़े गणराज्य का आधार ग्रंथ है. Good morning to all of you. We have gathered here to celebrate 77th Republic Day of India. It is a very important and remarkable day for us because the people of India gifted themselves the Constitution, which is the most in-detailed document. It talks about values, rights and duties as a citizen and responsibilities of the government towards. So it's an important day to live up to that standards which our forefathers set for us, because that is the main source of propelling ourselves into a future of great aspirations which we all dream of. Thank you so much. INSV കൗണ്ടിന്യയുടെ കമാൻഡർ ഹേമന്ത്, കമാൻഡർ വികാസ് ഷിയോറൻ എന്നിവരുടെ സാന്നിധ്യവും മസ്കറ്റിലെ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ദേശഭക്തി ഗാനാലാപനവും ചടങ്ങിന് കൂടുതൽ നിറം പകർന്നു. പത്മചന്ദ്ര പ്രകാശ്, ജനം, ഒമാൻ.